ശ്രീ യുവരാജ് ഗോകുൽ ഇവിടെ ഇപ്പോൾ ശ്രീ കെ സുരേന്ദ്രൻ പറയുകയാണ്, ഇപ്പോൾ ഞങ്ങളുടെ പതാക ഉയർത്തിപ്പിടിക്കുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു, ഞങ്ങൾ ഭാരത് മാതാ കീ ജയ് വിളിക്കും, അതിൽ നിന്നും ഞങ്ങളെ തടയാൻ ആർക്കും സാധിക്കില്ല. എങ്ങനെയാണെന്ന് ലീഗ് അവരുടെ പതാക സമാധാനമായി അവിടെ പൊക്കിപ്പിടിക്കുക? നിങ്ങൾ ഉത്തരേന്ത്യയിൽ നടത്തുന്ന വിഷപ്രചരണത്തെ എങ്ങനെയാണ് ചെറുക്കാൻ കഴിയുക ശ്രീ യുവരാജ് ഗോകുൽ? അപ്പോൾ ഇവിടെ കെ സുരേന്ദ്രൻ ആർജവം കാണിക്കുമ്പോൾ നിങ്ങൾ തന്നെ കാണിക്കുന്ന വിദ്വേഷ പ്രചരണത്തിലാണ് ലീഗ് കൊടിയുയർത്തിയില്ലെങ്കിൽ അവർക്ക് ആർജവം നഷ്ടപ്പെട്ടുണ്ടാവുക. യുവരാജ് ഗോകുൽ അല്ല, ഒരു തെരഞ്ഞെടുപ്പാവുന്ന സമയത്ത് പലതരത്തിലുള്ള പ്രചരണങ്ങളും പലതരത്തിലുള്ള ക്യാമ്പയിൻസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതിനെ അവർക്ക് അവരവരുടേതായ നിലയിൽ പ്രതിരോധിക്കാൻ കഴിയില്ല എന്നുണ്ടെങ്കിൽ അവരതിന് ഞങ്ങളോട് വന്ന് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവും. സ്വാഭാവികമായിട്ട് ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് തെരഞ്ഞെടുപ്പിൻ്റെതായ ഭാഗമായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോൾ നരേന്ദ്രമോദിയെ കയറി മൗദ്ഗി സൗദാഗർ എന്ന് സോണിയാഗാന്ധി വിളിച്ചില്ലേ, ഞങ്ങളതിനെ പ്രതിരോധിച്ചില്ലേ. ഞങ്ങളുടെ പ്രധാനമന്ത്രിയെ കയറി കള്ളനാണ് എന്ന് വിളിച്ചില്ലേ കഴിഞ്ഞ തവണ, ചൗക്കിദാർ ചോറെ എന്ന് വിളിച്ചില്ലേ, ഞങ്ങളതിനെ പ്രതിരോധിച്ചില്ലേ. അതുപോലെയാണ് ഇവിടെ ഇലക്ഷൻ കമ്മീഷൻ രജിസ്റ്റർ ചെയ്ത് വർഷങ്ങളായി ഇവിടെ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടി, പാകിസ്ഥാനിലെ പാർട്ടിയാണ് നിങ്ങൾ പ്രചരണം നടന്നത്. അതുപോലെയാണോ യുവരാജ് ഗോകുൽ? മര്യാദകേടല്ലേ ഒറ്റവാക്കിൽ? അല്ല, മുസ്ലിം ലീഗ് പാകിസ്ഥാനിലെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ലല്ലോ. ഉണ്ടല്ലോ, ഞങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് പാകിസ്ഥാനിലെ പാർട്ടിയാണെന്ന് ഞങ്ങൾ പ്രചരണം നടത്തിയിട്ടില്ലല്ലോ. പറഞ്ഞല്ലോ പാകിസ്ഥാനിലെ പാർട്ടിയാണെന്നൊന്നും പറഞ്ഞില്ല. പാകിസ്ഥാൻ വാക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ? പാകിസ്ഥാൻ വാക്ക് ഉപയോഗിച്ചിട്ടില്ല നിങ്ങൾ? അല്ല, പാകിസ്ഥാനിലെ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പച്ചക്കൊടി കണ്ടാൽ പാകിസ്ഥാൻ കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ ഉണ്ടാകുമെന്ന് പറയുന്ന അമിത്ഷായ്ക്ക് പറയാം അല്ലേ? പച്ചക്കൊടി മാത്രമല്ല, പച്ചക്കൊടി കണ്ടാൽ ആ പച്ചക്കൊടിയിലെ റാലി കണ്ടാൽ അത് പാകിസ്ഥാനാണോ ഇന്ത്യ തന്നെയാണോ എന്ന് സംശയമുണ്ടെന്ന് പറയുന്നത് അമിത്ഷായാണ്. നിങ്ങളുടെ ഏതെങ്കിലും താഴെയുള്ള സൈബർ പോരാളിയല്ല. അതെ, അതിലേക്ക് തന്നെയാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതിന്റെ കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ നിലവിൽ നോക്കൂ, SDP പിന്തുണ അവർ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്തിരിക്കുകയാണ്. കഴിഞ്ഞ തവണ SDP ആർക്കായിരിക്കും പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുക എന്നുള്ള കാര്യത്തെ കുറിച്ചിട്ട് നമുക്ക് വലിയ സംശയമൊന്നും ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ലല്ലോ. കഴിഞ്ഞ തവണയും അവർ ഇന്ത്യയിൽ മൊത്തത്തിൽ ഏതാണ്ട് 15 സ്ഥലത്ത് മാത്രം എന്താണ് സ്ഥാനാർത്ഥിയെ നിർത്തി. അതും വഴിപാട് പോലെ ചില സ്ഥലങ്ങളിൽ നിർത്തിയെന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവിടെ നിൽക്കുന്ന ആൾക്കാർ മുസ്ലിം ലീഗുകാരാണോ, അവിടെ നിൽക്കുന്ന ആൾക്കാർ SDP-കാരാണോ, അവിടെ നിൽക്കുന്ന ആൾക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ എന്ന് ഞങ്ങൾക്ക് എങ്ങനെയാണ് അറിയുക ഇവരൊക്കെ ആരൊക്കെയാണെന്നുള്ള കാര്യം? ഇവർ പലരുടെ ഭാഗത്ത് നിന്ന് പിന്തുണ സ്വീകരിക്കുന്നുണ്ടെന്നേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലുള്ള അവര് ഒരു സ്ഥലത്ത് നിന്ന് ഒളിച്ചോടി മറ്റൊരു സ്ഥലത്തേക്ക് വരുന്നു. അവിടെ വരുമ്പോൾ പോലും നോക്കൂ, രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം കർണാടകത്തിൽ എത്ര സീറ്റുണ്ട്? 28 സീറ്റുണ്ട്. അവിടെ എവിടെ വേണമെങ്കിലും മത്സരിക്കാമായിരുന്നു. തമിഴ്നാട്ടിൽ മത്സരിക്കാമായിരുന്നു. കേരളത്തിൽ തന്നെ മറ്റു പല സ്ഥലങ്ങളിലും മത്സരിക്കാമായിരുന്നു. പക്ഷെ സാമുദായികമായ പരിഗണനകളൊക്കെ നോക്കി വളരെ കൃത്യമായി പർട്ടിക്കുലർ വിഭാഗം തന്നെയാണെന്ന് ഉറപ്പിച്ചിട്ട് അത് യുവരാജ് ഗോകുലിന് തോന്നുന്നുണ്ടോ? അപ്പോൾ അല്ല, അറിയാന്നേ അല്ല, യുവരാജ് ഗോകുലിന് തോന്നുന്നുണ്ടോ വയനാട് കാണുമ്പോൾ പാകിസ്ഥാൻ തോന്നുന്നുണ്ടോ? അറിയാന്നേ അവർ SDP-കാരാണോ പോപ്പുലർ ഫ്രണ്ടുകാരാണോ നമുക്ക് എങ്ങനെ അറിയാന്നേ? എങ്ങനെ മനസ്സിലായില്ല? അതായത് മുസ്ലിം ലീഗിന്റെ കൊടിയാണെന്ന് അമിത്ഷായ്ക്ക് അറിയില്ല, അങ്ങനെയാണോ? SDP-കാരാണോ? അതായത് മുസ്ലിം ലീഗിന്റെ കൊടിയാണ് അത് എന്ന് അന്ന് അമിത്ഷായ്ക്ക് അറിയില്ല, അങ്ങനെയാണോ? ലീഗിനെ കുറിച്ചിട്ടൊന്നും പറഞ്ഞിട്ടേ ഇല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് പാകിസ്ഥാൻ പരാമർശം ഉണ്ടാവുന്നത്? പിന്നെ എങ്ങനെയാണ് ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനോ സംശയം ഉണ്ടാകുന്നത്? നമ്മുടെ പ്രിയങ്കരനായ ആഭ്യന്തരമന്ത്രിക്ക് അവിടെ 4 മുസ്ലിം ലീഗിന്റെ കൊടി കാണുമ്പോഴേക്കും ഇത് ഇന്ത്യയാണോ പാകിസ്ഥാനാണോ സംശയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് യുവരാജ് ഗോകുൽ? അല്ലെങ്കിൽ അതെ, അത് കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയറിനെ കുറിച്ചിട്ട് മാത്രമല്ലേ പറയുന്നുള്ളൂ. കൈൻഡ് ഓഫ് അറ്റ്മോസ്ഫിയർ അല്ല പറയുന്നത്, സംശയം ഉണ്ട് അമിത്ഷായ്ക്ക് അവിടെ ഇന്ത്യയാണോ പാകിസ്ഥാനാണോ സംശയം ഉണ്ടാവുകയാണ് ആ സമയത്ത്. അവര് ജമാഅത്തെ ഇസ്ലാമിക്കാരാണോ പച്ച കള്ളപ്രചരണം നിങ്ങൾ നടത്തിപ്പെട്ടവരാണോ ഇല്ലെന്നുള്ള കാര്യം നമ്മളെങ്ങനെയാണെന്ന് അറിയാം. അമിത്ഷായ്ക്ക് സംശയം ഉണ്ടായി, തീർച്ചയായിട്ടും നടത്തി. കാരണം ഒരു പിന്തുണ വേണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ട് 3 ദിവസം എടുത്ത ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവർ ആരുടെയൊക്കെ പിന്തുണ സ്വീകരിക്കുന്നുണ്ട് ഇല്ല നമുക്ക് എങ്ങനെ അറിയാം? കഴിഞ്ഞ കർണാടക തെരഞ്ഞെടുപ്പ് സമയത്ത് രാജ്ഭവൻ ഉണ്ണിത്താൻ പരസ്യമായിട്ട് ചെന്ന് പോപ്പുലർ ഫ്രണ്ടുകാരോട് SDP-കാരോടൊക്കെ പറയുന്നുണ്ടായിരുന്നില്ലേ, എല്ലാ വോട്ടും ഞങ്ങൾക്ക് തരണം എന്ന് പറഞ്ഞിട്ട്. അല്ല, SDP ഇന്നലെ കെ സുരേന്ദ്രൻ പറയുന്നു, ഇന്ന് സ്മൃതി ഇറാനി പറയുന്നു ഇത് രാജ്യദ്രോഹമാണ്, രാജ്യദ്രോഹി ടെററിസ്റ്റ് സെപ്പറേറ്റിസ്റ്റ് എന്നൊക്കെ പറയുകയാണ്. SDP നിരോധിക്കാത്ത എന്താണ്? SDP ഒരു രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രജിസ്റ്റേർഡ് രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാരിന് അധികാരമില്ല. കാരണം ഇപ്പോൾ അതൊരു ടെക്നിക്കൽ ക്ലോസ് മാത്രമാണ്. കാരണം ഹാഷ്മി, ഒരു രാഷ്ട്രീയ പാർട്ടിയെ നിരോധിക്കാൻ വേണ്ടി കേന്ദ്രം ഭരിക്കുന്നത് അത് ആരും ആയിക്കൊണ്ട് വേണം, അല്ല ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, ആരും ആയിക്കൊണ്ട് പോട്ടെ, കേന്ദ്രം ഭരിക്കുന്നത് BJP-യോ കോൺഗ്രസോ അല്ലെങ്കിൽ ഇനി 3ാം മുന്നണി ആരും ആയിക്കൊണ്ട് പോട്ടെ, അവർക്കൊരു സുപ്രഭാതത്തിൽ തോന്നുന്നു ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും അങ്ങ് നിരോധിച്ച് കളഞ്ഞേക്കാം എന്തെങ്കിലും എന്ന് പറഞ്ഞ് അങ്ങ് നിരോധിച്ച് കളഞ്ഞാൽ എന്ത് ചെയ്യും? ഒരു തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് തെരഞ്ഞെടുപ്പ് അതുകൊണ്ട് തന്നെ അതൊരു പരിരക്ഷ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പാർട്ടിയാണെന്ന നിലപാട് BJP-ക്ക് ഉണ്ടോ? ഉണ്ട്. എന്നിട്ട് അതിനെ നിരോധിക്കാൻ എന്തെങ്കിലും നീക്കം കേന്ദ്രം നടത്തിയിട്ടുണ്ടോ ഇതുവരെ?
അല്ല, അത് കൃത്യമായിട്ട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. പക്ഷേ എവിടെ ടെക്നിക്കലി കൊടുത്തിട്ടുണ്ട്? അവരുടെ രജിസ്ട്രേഷന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ് എവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്? ഇരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഒരു ടെക്നിക്കലി അവരെ യുവരാജ് അങ്ങനെ പറഞ്ഞു തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു നിരോധിക്കാൻ പറ്റുന്ന ഒരു ഇല്ല 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 സാഹചര്യം അങ്ങനെ ഒഴിഞ്ഞോ കഴിയില്ല, അങ്ങനെ ഒഴിഞ്ഞോ കഴിയില്ല. അങ്ങനെ ടെക്നിക്കൽ പറയുന്ന അങ്ങനൊന്നും അല്ല എന്ന് പറയും. ഇലക്ഷൻ കമ്മീഷനും അങ്ങനെ ഒരു ഒഴിഞ്ഞു പോകാൻ കഴിയും, ഒന്നും അങ്ങനെ അല്ലാന്ന് ഒഴിഞ്ഞു പോകാൻ കഴിയും. അങ്ങനെ ഒഴിഞ്ഞു ഒന്നുമില്ല. പോകുന്നതല്ല ഹാഷ്മി, അല്ല അത് കഴിയില്ല. ഞാൻ യാഥാർത്ഥ്യമാണ്. പറയാം, താങ്കൾക്കറിയില്ല, ഞാൻ പറഞ്ഞുതരാം എങ്ങനെ പ്രൊസീജിയർ ഒന്ന്. ഇലക്ഷൻ കമ്മീഷനും ഒരു പാർട്ടി രജിസ്റ്റർ ചെയ്ത പാർട്ടി ഡീരജിസ്റ്റർ ചെയ്യാൻ കഴിയില്ല. അത് ജുഡീഷ്യൽ പ്രോസസ്സിലോട്ട് പോകേണ്ടി വരും. അതിന് ആദ്യം മൂവ് ചെയ്യേണ്ടത് MHA ആണ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് മൂവ് ചെയ്യേണ്ടത്. MHA SDP കുറിച്ച് എന്തെങ്കിലും റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടോ ഇലക്ഷൻ കമ്മീഷൻ രാജ്ഗോകുൽ? MHA ഇലക്ഷൻ കമ്മീഷനെ അറിയിക്കേണ്ടതുപോലെ അറിയിച്ചിട്ടുണ്ട്. എപ്പോ ഇലക്ഷൻ അറിയിച്ചു? കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ SDPയുടെ പറഞ്ഞോട്ടെ SDPI നേതാക്കളോട് വളരെ വ്യക്തമായിട്ട് അവരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവരുടെ രജിസ്ട്രേഷൻ പ്രോസസ്സിനകത്ത് PFIയുമായിട്ട് നേരിട്ട് ബന്ധിപ്പിക്കാൻ കഴിയുന്ന ഒന്നും തന്നെ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അതുകൊണ്ട് അവരെ തൽക്കാലത്തേക്ക് പ്രവർത്തിക്കാൻ അനുവദിക്കുന്നു എന്നാണ് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിട്ടുള്ളത്. സാർ, ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണ ഏജൻസിയാണോ? ഇലക്ഷൻ കമ്മീഷൻ അന്വേഷണ ഏജൻസി അല്ല. ഇലക്ഷൻ കമ്മീഷൻ റിപ്പോർട്ട് കൊടുക്കുന്ന അന്വേഷണ ഏജൻസി ആരാണ്? അത് ആഭ്യന്തര വകുപ്പാണ്, MHA ആണ്. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വിഷയത്തിൽ സാർ അങ്ങനെ പറഞ്ഞു ഒഴിയാൻ പറ്റുമോ? ഇപ്പൊ നിങ്ങൾ പറഞ്ഞു തീവ്രവാദികളാണ്, സെപ്പറേറ്റിസ്റ്റുകളാണെന്ന് പറയുന്നു. ഇലക്ഷൻ കമ്മീഷൻ ഒരു രജിസ്ട്രേഷൻ ഉണ്ടെന്ന് കരുതി. സാർ ഒരു മിനിറ്റ് രാജു. ഇലക്ഷൻ കമ്മീഷൻ ഒരു അവർക്ക് രജിസ്ട്രേഷൻ നമ്പർ ഉണ്ടെന്ന് കരുതി എന്ത് തീവ്രവാദ പ്രവർത്തനവും സെപ്പറേറ്റിസവും ഇപ്പൊ അവർ തമിഴ്നാട്ടിൽ മത്സരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ ഒരു സെപ്പറേറ്റിസ്റ്റ് തീവ്രവാദി ജയിച്ചാൽ ലോക്സഭയിലേക്ക് വരും. കേന്ദ്രത്തിൽ നിന്നും ചെയ്യാനില്ലേ? അതാണ് ഞാൻ പറയുന്നത്. MHA റിപ്പോർട്ട് കൊടുക്കണം. യുവരാജ് പോലും പറയാൻ കഴിയുമോ SDPIക്കെതിരെ MHA റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ടെന്ന്? പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റുകൾ ഇന്നതൊക്കെയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ കൃത്യമായിട്ട് തന്നെ എല്ലാവർക്കും എതിരായിട്ട് റിപ്പോർട്ടുകൾ കൊടുത്തിട്ടുണ്ട്. അവർ പോപ്പുലർ ഫ്രണ്ടുമായിട്ട് ബന്ധപ്പെടുന്ന ആക്ടിവിറ്റികളിൽ ഒന്നിലും തന്നെ അവർ ബന്ധപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് അതിനുശേഷമുള്ള അവരുടെ ഡെവലപ്മെന്റ്സിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. അവർക്ക് ഇവിടെ പ്രവർത്തിക്കാൻ സാധിക്കില്ല. അപ്പൊ PFI SDPIക്ക് ബന്ധമില്ല എന്ന് താങ്കൾ പറയാണ്. അതേ വാക്കുകൊണ്ട് തന്നെ തീവ്രവാദികൾ വിളിക്കുകയും ചെയ്യാണ്. അതെങ്ങനെയാണ് യുക്തിപരമായി ശരിയാവുക? ബന്ധമില്ല എന്നല്ല പറഞ്ഞത്. PFIയുടെ ഔട്ട്ഫിറ്റ് തന്നെയാണ് SDPI എന്നുള്ളത്. പക്ഷെ PFI നിരോധനത്തിന് ശേഷം അവര് വളരെ മറ്റൊരു തലത്തിലാണ് അവരിപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ തീവ്രവാദ സ്വഭാവം പോയത് ഒരു തീവ്രവാദികളല്ല എന്നുമല്ല പറഞ്ഞത്. പക്ഷേ അവരെ സംബന്ധിച്ചിടത്തോളം ടെക്നിക്കലി അവർ രാജ്യത്തിന്റെ കേന്ദ്രമന്ത്രിമാർ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ പറയുന്നു SDPI തീവ്രവാദ സംഘടനയാണ്. അവർ സെപ്പറേറ്റ് ആരാണ് പറയുന്നത്? ജമ്മു കാശ്മീരിൽ PDPയുമായി സഖ്യം ചേർന്ന് ഭരിച്ച നിങ്ങളാണ് കേട്ടോ പറയുന്നത്. അത് പോട്ടെ, അത് വേറെ തമാശ. അവർ സെപ്പറേറ്റിസ്റ്റുകളാണ്. രാജ്യത്തിന് ഭീഷണിയല്ലേ? അവർ രാജ്യത്തിന് ഭീഷണിയല്ലേ? രാജ്യത്തിന് ഭീഷണിയായ ഒരു സംഘടനയെ കുറിച്ച് MHA ഒരു ചുക്കം ചെയ്യാതെ എന്തുകൊണ്ടാണ്? ജമ്മു കാശ്മീരിലെ സാർ ഒരു മിനിറ്റ് സാർ, ഒറ്റ മിനിറ്റ് സാറേ. എങ്ങനെ ജമ്മു കാശ്മീരിലെ ജമ്മു കാശ്മീരിലെ PDP കേരളത്തിലെ PDP രണ്ടല്ലേ? സാർ, ഇവിടുത്തെ PDPയേക്കാൾ ഭീകരമാണ് അവിടുത്തെ PDP. വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന PDP ആണ് അവിടെ. അവരുമായി നിങ്ങൾ സഖ്യം ചേർന്ന് ഭരിച്ചു. വിഘടനവാദത്തെ സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവിടുത്തെ PDP. അവരുമായി നിങ്ങൾ സഖ്യം ചേർന്ന് ഭരിച്ചവരാണ്. എന്ത് ലക്ഷ്യം? എന്ത് ലക്ഷ്യം? ഭരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. ഭരിക്കുക എന്ന ലക്ഷ്യമായിരുന്നു. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായപ്പോഴേക്കും ആ സഖ്യം പിൻവലിച്ചു. അവസരവാദത്തെ നിങ്ങൾ പറയല്ലേ? അത് നമ്മുടെ വിഷയമല്ല. നമ്മുടെ വിഷയം ഇത്രത്തോളം ഭീകരവാദികളാണ് അവരെങ്കിൽ, ഇത്രത്തോളം രാജ്യത്തിന് ഭീഷണി ഒന്നുമില്ല. ഇത്രത്തോളം രാജ്യത്തിന് ഭീഷണി ആവുന്നതാണ് SDPI എങ്കിൽ MHA SDPIക്കെതിരെ കൊടുത്ത ഒരു രേഖയുടെ വിവരം പറയാം യുവരാജ് ഗോകുലിന്? MHA SDPIക്കെതിരെ കൊടുത്ത ഒറ്റ രേഖയുടെ വിവരം പറയാം യുവരാജ് ഗോകുലിന്? കൃത്യമായിട്ടാണ് MHA പോപ്പുലർ ഫ്രണ്ടിനെതിരായിട്ടാണ് റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഔട്ട്ഫിറ്റുകളിൽ SDPI ഉണ്ട് എന്നുള്ള കാര്യം വളരെ കൃത്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് അവർക്ക് ഇപ്പോൾ ഒരു ടെക്നിക്കൽ പരിരക്ഷയുണ്ട്. ജമ്മു കാശ്മീരിലെ 2 രാഷ്ട്രീയ പാർട്ടികളെ കഴിഞ്ഞ തവണ ബാൻ ചെയ്തു. അൺലോഫുൾ അസോസിയേഷൻ. ജമ്മു കാശ്മീരിൽ 2 പാർട്ടികളെ കഴിഞ്ഞ മാസങ്ങളിൽ ബാൻ ചെയ്തു. അൺലോഫുൾ അസോസിയേഷൻ. ടെക്നിക്കലോ? ചുമ്മാ പറയല്ലേ രാജു? എന്താണ് ആഷ്മി? ജമ്മു കാശ്മീർ ഡെമോക്രാറ്റിക് ഫ്രീഡം പാർട്ടിയെ ഡിസംബർ 2023 ബാൻ ചെയ്തു. MHA ബാൻ ചെയ്തു. SDPI ബാൻ ചെയ്യാൻ നിങ്ങൾക്ക് പറ്റാത്തത്? അൺലോഫുൾ അസോസിയേഷൻ ഹാഷ്മി ഇപ്പൊ പറഞ്ഞു. ഞാൻ അതാണ് കുറച്ചു നേരമായിട്ട് ഞാൻ പറയാവുന്നത്. പേരിതാണ് ജമ്മു കാശ്മീർ ഡെമോക്രാറ്റിക് ഫ്രീഡം പാർട്ടി. അവരെ നിങ്ങൾ ബാൻ ചെയ്തു. സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇലക്ഷൻ കമ്മീഷനും അല്ല ബാൻ ചെയ്തത്. യുവരാജ് ഒന്ന് മറുപടി പറയൂ, എന്തുകൊണ്ട് SDPI ബാൻ ചെയ്യാൻ കഴിയില്ല എന്ന്?
അവർക്ക് അൺലോഫുൾ ആയിട്ടുള്ള അസോസിയേഷൻ ഉണ്ട് എന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അവരെ ബാൻ ചെയ്യുന്ന സാഹചര്യത്തിലേക്ക് ആ കേന്ദ്ര സർക്കാർ അല്ലല്ലോ ബാൻ ചെയ്തിരിക്കുന്നത്, ഇലക്ഷൻ കമ്മീഷനല്ലേ ബാൻ ചെയ്തിരിക്കുന്നത്. അല്ല അത് ഇലക്ഷൻ കമ്മീഷനല്ലേ ബാൻ ചെയ്തിരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇലക്ഷൻ കമ്മീഷൻ അല്ല, MHA ആണ് ബാൻ ചെയ്തത്. നിങ്ങളുടെ ചോദ്യം എന്താണ്? സാർ, അത് മൂവ് എടുക്കുന്നത് MHA ആണ്, ഇലക്ഷൻ കമ്മീഷൻ അല്ല. കൊടുത്തിട്ടുണ്ട്. ഇലക്ഷൻ കമ്മീഷന് ബോധ്യപ്പെടുന്ന സമയത്ത് ഇലക്ഷൻ കമ്മീഷൻ അവരെ ബാൻ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവും. അതിൽ മൂവ് എടുക്കേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ അല്ല, MHA ആണ്, കേന്ദ്ര സർക്കാരാണ്. ചുമ്മാ അറിയാത്ത ചുമ്മാ ടെക്നിക്കൽ എന്ന് പറയല്ലേ, ചുമ്മാ ടെക്നിക്കൽ എന്ന് പറഞ്ഞു ഒഴിവാകല്ലേ. പോട്ടെ, നമുക്ക് അതിലേക്ക് ഞാൻ അതിലെത്താം.